ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിത് ഈ ശർക്കര എടുത്ത് നമ്മൾ കുറച്ച് ഉരുകാനായിട്ട് വെച്ചു. പിന്നെ നമ്മൾ അരിപ്പൊടിയും പിന്നെ നമ്മൾ നാളികേരും പിന്നെ നെയ്യും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതാണ് ഞാൻ വെറുതെ മുഖത്തൊക്കെ ഞാൻ വെറുതെ ആക്കിയതാണ്. പിന്നെ നമ്മൾ ആ ശർക്കര ഫുള്ള് ആ കട്ടകളെല്ലാം ഉരുകി കഴിഞ്ഞാൽ അത് നമ്മൾ അരിച്ചെടുത്തു. പിന്നെ 2 ഗ്ലാസ്സിനുള്ള വെള്ളം ഒഴിച്ചു, പിന്നെ ഉപ്പിട്ടു, പിന്നെ നെയ്യും ഇട്ടു. നമ്മൾ ജസ്റ്റ് അതൊന്ന് വെറുതെ ഒന്ന് അലിഞ്ഞ് ആവാനെ നമ്മൾ അതൊന്നാക്കി. പിന്നെ നാളികേരിട്ടു, അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് നെയ്യ് ഇടണം. അതിലേക്ക് ഒരു 2 തവണ ഇട്ടാൽ മതി. ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, 2 ഇടാം. എന്നിട്ട് ഇതെടുത്ത് ആക്കാം. പിന്നെ നമ്മൾ ആ സമയത്ത് അതിൻ്റെ ആ ഒരു മാവ് എടുത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടൊന്നാക്കാം. വേണം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഒരു കുറച്ചിട്ടാൽ തുണ്ടിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇങ്ങനെ ചൂടാക്കണമെങ്കിൽ നമ്മുടെ ശർക്കരയുടെ ആ നീര് നമ്മൾ ഒഴിച്ചു നമ്മൾ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചൂടാവും. അപ്പോൾ ആ സമയം നമ്മൾ ഒരു മീഡിയം ആയിട്ട് എടുക്കാം. പിന്നെ ആ മാമ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ട് പോലെ ആയിട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി നമ്മളെല്ലാതും. പിന്നെ ഞങ്ങൾ 9 എണ്ണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആക്കി ശർക്കരയുടെയും നാളികേരത്തിൻ്റെയും. പിന്നെ ഇതത് നാളികേരം ഇട്ടിട്ട് പീച്ചാമ്പൊടി ആക്കിയിട്ടിട്ടു. മറ്റേ നമ്മൾ ആവി വെക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മളിത് വെക്കാം. ആ സമയത്ത് നെയ്യൊക്കെ ഇട്ട ആ സമയത്ത് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടാൽ നമുക്ക് അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ, അതിൻ്റെ കവറിങ്ങിന് തന്നെ കുറച്ചുകൂടി ഷുഗറൊക്കെ ആയിട്ട് കുറച്ചുകൂടി കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.